guys, എല്ലാവർക്കും ഗൂസ്ബേർഡ്സ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ guys, ഇന്ന് നമ്മൾ ഞങ്ങളുടെ ബുൾമാസ്റ്റിഫിനെ ബീഗിളിനെ കുളിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഭയങ്കര ഫണ്ണിയും ആയിരിക്കും രസകരവുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ശാന്തകുമാരിനെ കണ്ടില്ലേ? ഞങ്ങളുടെ ബിഗിൾ. ഇവൾ ഇത്രയും ശാന്തകുമാരി അല്ല. ചെറുപ്പത്തിൽ ഇവളെ കുളിപ്പിക്കണമെങ്കിൽ ഒരു 4-5 കടി എന്തായാലും കയ്യിന് കിട്ടും. അത്രയും കടിയെത്തിയായിരുന്നു ഇവള്. ഇപ്പോൾ ഒന്ന് മെച്ചുവറൊക്കെ ആയി, അഡൽട്ടൊക്കെ ആയപ്പോൾ അവളൊന്ന് മര്യാദക്കാരി ആയതാണ്. അല്ലെങ്കിൽ കുറുമ്പിന് കയ്യും കാലും വെച്ച് എങ്ങനെ ഉണ്ടാവും അമ്മാരി ഐറ്റമായിരുന്നു. ഇപ്പം നല്ല ശാന്തകുമാരിനെ മാതിരി ഇരിക്കുകയാണ്. പക്ഷേ പണ്ടിങ്ങനെ എല്ലായിരുന്നു ഇവള്, കടിയെത്തിപ്പാറുമായിരുന്നു. പിന്നെ തോർത്തുമ്പോഴൊക്കെ എന്താ പറയുക, ഡാഡേനെ നല്ല കടി 5 കടി പാർസൽ കിട്ടും ഗൈസ്. അപ്പോൾ ഇപ്പം എങ്ങനെയാ നോക്കിക്കേ. ഇപ്പോൾ എല്ലാ മര്യാദക്കാരിയാണ്, നിന്ന് തരും എല്ലാത്തിനും, ഒരു പ്രശ്നവുമില്ല. അവിടെ നഖം വെട്ടുമ്പോൾ പോലും ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ പണ്ട് നഖം വെട്ടുകയാണെങ്കിൽ ഒരു 5-6 കടി കിട്ടും നഖം വെട്ടാൻ. ഇപ്പം നഖം വെട്ടുമ്പോഴൊക്കെ കൈയൊക്കെ വെച്ച് തരും, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഒരു പുച്ഛ ഭാവത്തില് പാവാണ് സുന്ദരിക്കോത. പിന്നെ കുറുമ്പ് ഒരു ഡോഗീസിനുള്ള സംഭവല്ലേ. കുറച്ചു നേരം ആരും കളിക്കാൻ കൂടെ അല്ലെങ്കിൽ പിന്നെ അവള് സ്വയം പൂച്ചട്ടിയൊക്കെ എടുത്തിട്ട് കളിക്കും. വേര് വേറെ, മണ്ണ് വേറെ, ചട്ടി വേറെ, ചെടി വേറെ, ലേ ഔട്ട് ചെയ്ത് വെക്കുക അവള് എന്താ പറയാ, ഈ ഫ്രോഗിനൊക്കെ നമ്മളിങ്ങനെ ചെയ്യൂലേ സയൻസിലൊക്കെ, അതേപോലെ ചെടികളിൽ വെച്ച് ചെയ്യും. പിന്നെ ഇവരെ ഒരു വീക്കിലി അല്ലെങ്കിൽ 10 days ഒക്കെ കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ. അതായത് ഒരു മന്ത്ലി 2 പ്രാവശ്യം മാക്സിമം, 3ാമത്തെ പ്രാവശ്യം നോക്കാറില്ല. ഒരു മന്ത്ലി 2 പ്രാവശ്യം ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറലി മോയ്സ്ചറൈസിങ് ഉണ്ട് ഇവരുടെ സ്കിന്നിന്, അത് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് നമ്മൾ 10 days 2 weeks കൂടുമ്പോഴേ കുളിപ്പിക്കാൻ പാടുള്ളൂ. എപ്പോഴും കുളിപ്പിക്കാൻ പാടില്ല. ഇനിയിപ്പോ നമ്മുടെ ഭൈരവനെ ഇറക്കാൻ പോവാണ്.
സ്നേഹം കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ്റെ 100 കിലോ വെയിറ്റ് താങ്ങാനുള്ള ശേഷി വേറെ ആർക്കുമില്ല. ഞാൻ തന്നെ നോക്കണം. ഡാഡ ആകുമ്പോൾ അവൻ കുറച്ച് അനുസരണയിൽ നിൽക്കും. ഡാഡ ആണെങ്കിലും എന്താ പറയാ മേത്തൊക്കെ ചാടാൻ നോക്കും. എന്നാലും ഡാഡ എന്താ പറയാ ചീത്ത പറയും. അങ്ങനെ ആൾക്കാരുടെ മേത്ത് കയറാൻ പാടില്ല. പിന്നെ അവൻ എന്താ പറയാ ഒരു കുട്ടീന്റെ മൈൻഡ് തന്നെയാണ്. ഡോഗ്സിന് എന്താ പറയാ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും കഴിച്ച. അവന്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടിഞ്ഞ ആരോഗ്യമാണ്. 100 കിലോ വെയിറ്റ് ഉണ്ട്. നമ്മൾ പോലും അത്ര വെയിറ്റ് ഇല്ല. ഈ എന്താ പറയാ മാക്സിനെ കൊണ്ടുപോകുമ്പോ അവൻ എന്ത് സ്പീഡിലാണ് പോയത്. ഞാൻ എന്നെ ക്യാച്ചപ്പ് ചെയ്യാൻ എന്താ പറയാ. ഇവർ രണ്ടാളും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേസ്. മാക്സ് ചെറുപ്പത്തില് പാവായിട്ട് നിന്നുതരുന്നു. പക്ഷെ ഇപ്പൊ അവന് കുറുമ്പ് ലേശം കൂടുതലാണ്. പക്ഷെ റൂബിയോ അതിന്റെ ഓപ്പോസിറ്റാ. റൂബി ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പിയും കടിയത്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഭയങ്കര പാവം. എന്നാലും കുറുമ്പൊക്കെ ഉണ്ട്. നിന്ന് തരും. ചൂട് സമയമായതുകൊണ്ട് അവർക്ക് കുളിക്കാൻ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അവരുടെ തലയിലും മുഖത്തും വെള്ളമാവുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പം അവർ ഫുള്ള് കുടയും ഓടാൻ നോക്കും. ബാക്കി നിങ്ങൾ മേത്ത് ഇങ്ങനെ നനച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമല്ല അവന്. ഷാമ്പു ആണ്, സ്റ്റിക്സ് ആൻഡ് ഫ്ലീസ് കൺട്രോൾ ഷാമ്പു ആണ്. അത് നമ്മളപ്പം മന്ത്ലി ഒരു 2-3 പ്രാവശ്യമായിട്ട് കുളിപ്പിച്ചാലേ ഇവർ ഈ പുറത്തൊക്കെ വാക്കിങ്ങിന് പോകുന്നല്ലേ. വീട്ടിൽ മാത്രമല്ലല്ലോ, വാക്കിങ്ങിനൊക്കെ പോയി വരുമ്പോൾ ഇവരുടെ മേത്ത് ചെള്ള് എവിടെന്നെങ്കിലുമൊക്കെ കയറും. അപ്പം നമ്മൾ ഈ വീക്കിലി ഇത് തേച്ച് കുളിപ്പിച്ചില്ലെങ്കിൽ അത് പോവില്ല. പിന്നെ നമ്മളിങ്ങനെ ഇവർ എന്നും ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. കാരണം ഈ രാവിലെയും വൈകുന്നേരവും എന്നും വാക്കിങ്ങിന് പോകാറുണ്ട് ഇവർ. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ പുറത്തെ സൈഡിൽ നിന്ന് കിട്ടും. ബാക്കി നമ്മുടെ ഗേറ്റിൻ്റെയും അതിൻ്റെ ഉള്ളിൽ വരില്ല. പുറമെ പോയി വരുമ്പോഴാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. ഇതുണ്ട് തലയിൽ ഒഴിക്കുമ്പോൾ അവൻ ഓടാൻ നോക്കാണ്. തലയിൽ ഒഴിക്കുന്നവൻ തീരെ ഇഷ്ടമല്ല അല്ലേ സച്ചൂട്ടാ? രണ്ടുപേർക്കും ഇഷ്ടമല്ല. രണ്ടുപേരും ഓടാൻ നോക്കും. പിന്നെ റൂബി പിന്നെയും കുഴപ്പമില്ല. എന്നാലും മാക്സ് അതാ ബാക്കിൽ വന്നിട്ട് ഡാഡേനെ ഒളിച്ചിക്ക. എന്നെ മറിച്ചിടാനുള്ള പരിപാടിയാണ്. കണ്ടോ കണ്ടോ ദൈവമേ. അതോ ഇവിടെ വീഴ്ത്തി. ഞാൻ കൺട്രോൾ ചെയ്തോണ്ട് വീണില്ല, അല്ലെങ്കിൽ മോന്ത അടിച്ച് വീഴും വേറെ ആരാണെങ്കിൽ. അവൻ കളിക്കുന്നതാ. പക്ഷെ അവന്റെ വെയിറ്റ് കൊണ്ട് നമ്മൾ ഒരു വഴിക്കായി പോകും. അവൻ കളിക്കാനേ നോക്കുള്ളൂ. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ. അവൻ എപ്പോഴും ഒരു കുട്ടീന്റെ ഒരു മൈൻഡാണ്. അവനെല്ലാം ആരെ കണ്ടാലും, ഇനി മൃഗങ്ങളായാലും മനുഷ്യരായാലും കളിക്കാനുള്ളൊരു മെന്റാലിറ്റി ഓടിപ്പോവും. പക്ഷെ എന്തെങ്കിലും ഞങ്ങളെ ഹേർട്ട് ചെയ്യാൻ നോക്കിയാൽ അവന്റെ സ്വഭാവം മാറും. കണ്ടോ? ഇത് ഞങ്ങളുടെ അടുത്ത് പണ്ട് ഒരു പഗ് ഉണ്ടായിരുന്നേ. അവരെല്ലാരും പറയും ഇത് പഗ് വലുതായ പോലെ ഉണ്ടല്ലോ, പഗ് വലുതായ പോലെ. പഗിന്റെ വലിയ വർഷം. പഗ് ഒരു ചെറിയ സുന്ദരിയായിരുന്നു. ഇവനാണെങ്കിൽ ഒരു ആനേന്റെ വലുപ്പുണ്ട്. കുട്ടിപ്പുലി. ആൾക്കാർ വരുമ്പോ എന്തായാലും അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് ഒരു ഈച്ച പോലും കേറൂല. ഒരാളെ അടുപ്പിക്കല. അവൻ കുറച്ച് ഓടിപ്പിക്കും. നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കണ്ട ഇങ്ങോട്ട് കേറാന്ന്. നമ്മൾ അവനെ അടക്കി വെച്ച അങ്ങനെയായി. അല്ലെങ്കിൽ അവൻ ഓടും, ചാർജ് ചെയ്യും. പിന്നെ ഈ റോഡ് വീലേഴ്സും ഈ ബുൾമാസ്റ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയാ, ഈ റോഡ് വീലേഴ്സ് എടുത്തുചാട്ടക്കാരാ. അപ്പ കടിക്കും. പക്ഷെ ഇവര് ചിന്തിക്കും. ഇതിപ്പോ എക്സാമ്പിൾ ഡാഡ ഇപ്പൊ ഒരു റോഡ് വീലറിനെ വാക്ക് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഡാഡന്റെ അടുത്ത് വന്ന് അപ്പ കടിക്കാൻ പോകും. പിന്നെ ഡാഡ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ തന്നെ നിൽക്കും, പക്ഷെ കുരയ്ക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരൊന്ന് ചിന്തിക്കും. ഇനിയിപ്പോ എന്താ പറയാ, ആ ആള് എന്താ പറയാ ഡാഡയുടെ അടുത്ത് ഇങ്ങനെ കൈ വീശിയൊക്കെ വന്നാൽ അവൻ കടിക്കാൻ പോകും. അതാണ് റോഡ് വീലേഴ്സും ബുൾമാസ്റ്റിഫും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇവര് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്, റോഡ് വീലേഴ്സ് എടുത്തുചാട്ടക്കാരാണ് എന്നാണ് ഇവൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, സംഭവം ഏറെക്കുറെ ശരിയാണ്. ഇവര് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ്സ് ആണ്. നല്ലോണം ആലോചിച്ചും എന്തെങ്കിലും ഒരു ആക്ഷൻ മുമ്പിലുള്ള ആളുടെ കയ്യിൽ നിന്ന് റോങ് ആയിട്ട് വന്നാൽ മാത്രമേ അവർ പ്രതികരിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ കൂളായിരിക്കും. അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഫ്രണ്ടിലുള്ള ആളെ. പക്ഷെ റോഡ് വീലേഴ്സ് അങ്ങനെയല്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കയറി പിടുത്തം വിടും. അപ്പോൾ പക്ഷേ ഗാർഡിങ് പർപ്പസ് എല്ലാവരും ഓക്കെയാണ്. ഇവരെല്ലാവരും
ഇപ്പം പിന്നെ കുറച്ചും കൂടെ ഹ്യൂജ് സൈസാണ്, ഒരു 1.5 റോഡ് വീലർ എന്ന് പറയാം. കാരണം സൈസ് ഇത്ര വരില്ല റോഡ് വീലർ. റോഡ് വീലർ ഒരു 40-60 kg കൊണ്ട് നിൽക്കും. ഇവർ 40-60 അല്ല, ഇവർ 80-100-120 അങ്ങനെ പോകുന്ന ടീമാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല അവന്റെ സൈസ്. ശരിക്കും നേരിട്ട് കാണുമ്പോഴേ ആ സൈസ് അറിയുള്ളൂ. ഇതിനെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്റെ ഷോൾഡറിലാണ് കയറി നിൽക്കുക. ഒരു ആവറേജ് അഡൽട്ടിന്റെ അത്രക്ക് വരും, ഒരു ആവറേജ് മെയിൽ അഡൽട്ടിന്റെ അത്രക്കൊക്കെ വെയിറ്റ് വരും. ഇവർക്ക് പിന്നെ കുളി കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് വാക്ക് ചെയ്യിപ്പിക്കണം, ഒന്ന് നടക്കണം, അതിലെ ഒന്ന് കുടഞ്ഞ് പോയിട്ടൊന്ന് ടോയ്ലറ്റൊക്കെ പോയി ഒന്ന് ഫ്രീ ആവണം. എന്നിട്ട് കൂടെ പോയി ഒറ്റ ഉറക്ക. പിന്നെ നമ്മള് നല്ലോണം തോർത്തി ഉണക്കിയിട്ടാണ് കയറ്റുക. അപ്പം കൊണ്ട് സീനൊന്നുമില്ല. പിന്നെ രാത്രി ഞങ്ങൾ അയച്ചു വിടും പെട്രോളിങ്, നൈറ്റ് പെട്രോളിംഗ് ആണ്. വൈകുന്നേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ്, അയച്ചുവിടും. ഗേറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എപ്പോഴും. കണ്ടില്ലേ പോകണില്ലേ ഇവനെ തോർത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. ആ തോർത്ത് കടിക്കാനുള്ള ശ്രമത്താണ് ഫുള്ള്. ഭയങ്കരമായിട്ട് നമ്മുടെ മേത്തോട്ട് കയറി മറിയും. ഇപ്പൊ കാണാം, ഇപ്പൊ ആ കിടക്കുന്ന കിടപ്പൊന്നുമല്ല, ഇപ്പൊ എണീക്കവൻ. തോർത്ത് കിട്ടണം അത് വരെ. അത് ഒരു വട്ടം കുളിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ആ തോർത്ത് കടിച്ച് കീറി പീസാക്കും. ഭയങ്കര ദേഷ്യ തോർത്തിനോട്. തോർത്ത് കണ്ണു കണ്ടുവിട വേണ്ടോ കയറി വേണ്ടോ. ഇതൊക്കെ താങ്ങണമെങ്കിൽ ഗായ്സ് നമ്മളും വേണം ഒരു 10-100 കിലോ, ഇല്ലെങ്കിൽ താങ്ങാൻ ഒക്കുകയില്ല. കണ്ടോ കയറി നിൽക്കുന്നുണ്ട്. അവന്റെ സൈസ് ഉണ്ട്, എന്റെ അത്ര തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഞാൻ ഇങ്ങനെ കിടന്നാൽ എത്ര നീളം ഉണ്ടാവോ അത് എത്ര തന്നെ അവനും ഉണ്ട്. എന്നെക്കാളും വെയിറ്റ് ഉണ്ട് അവന്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ല. അതിനിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോൾ ടോയ്ലറ്റ് പോക്ക് ഒന്നോ വെയിലത്തുനിന്ന് 2 വട്ടം കുടഞ്ഞൊക്കെ ഒന്ന് സെറ്റായാലേ അവന് ഒരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ കൂട്ടി ചെന്നിട്ടൊരു കളിയുണ്ട്. ഇതേപോലെ അപ്പം നിങ്ങൾ വിചാരിക്കും റൂബീനെ എന്താ കൊണ്ടുപോകാത്തത്. റൂബീനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം റൂബി കുളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നിലത്ത് കിടന്നൊന്ന് ഉരുളണം. അതിപ്പോൾ മണ്ണായാലും പുല്ലായാലും കാടായാലും. അതുകൊണ്ട് അവളെ വേഗം തോർത്തിയിട്ട് ഡ്രയർ വെച്ച് ഡ്രൈ ചെയ്തിട്ട് കൂട്ടിലേക്ക് കയറ്റില്ല. അവിടെ കിടന്ന് ഉരുണ്ട് പറയും. അപ്പം ചെളിയാവില്ലല്ലോ. പുറത്തേക്ക് കൊണ്ടുപോയി കുറച്ച് റിസ്ക് ആണ്. അവള് ഫുള്ള് ചെളി മയമാവും. പിന്നെ നമ്മള് കുളിപ്പിച്ചത് ഒരു യൂസും ഉണ്ടാവില്ല. ഇപ്പൊ റൂബീനെ അങ്ങനെ കൊണ്ടുപോകത്താണ്, അതാണ് കാരണം. ഓ ഇവന് എന്താ സ്പീഡ്, ഞാൻ തന്നെ മല്ലയപ്പോ. സച്ചോട്ടനാട്ടോ ഈ വീഡിയോ എടുത്തോണ്ട് പുറകിൽ നടക്കുന്ന ആള്. അവന്റെ സ്പീഡേക്ക് ക്യാച്ചപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവന്റെ കലാപരിപാടികള്. കുളി കഴിഞ്ഞാല് നമ്പർ 1, നമ്പർ 2 പിന്നെ അതൊക്കെ ചെയ്താലേ മൂപ്പർക്ക് ഒരു റിഫ്രഷ്നെസ് കിട്ടുള്ളൂ. സച്ചോട്ടാ നല്ലോണം കവർ ചെയ്യുന്നില്ലേ? ഓ ആ ടോയ്ലറ്റ് ഒന്നും പോണോ എടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ? അത് ഞാൻ എന്താ പറയാ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പത്തേക്കും ഞാൻ ഓഫ് ചെയ്തു. കണ്ടോ അവൻ എന്താ പറയാ വെയിലത്തൊക്കെ ഇങ്ങനെ നോക്കുക. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സുന്ദരനെ? ഇഷ്ടായോ? ബീഗിളിന്റെ അത്ര സുന്ദരനൊന്നല്ല. ഇവൻ കുറച്ച് ഭീകരനാണ്, സുന്ദരനല്ല. പക്ഷെ ബീഗിള് സുന്ദരിയാണ്. ഇവന്മാരാണെങ്കിൽ കുറച്ച് ഭീകരന്മാരാണ്. എല്ലാ ഡോഗ്സും ചെറിയ കുട്ടികളാകുമ്പോൾ ഭയങ്കര ക്യൂട്ടാ. വലുതാകുമ്പോഴാണ് അവന്റെ അങ്ങനല്ല ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്രീഡുകളെല്ലാം ക്യൂട്ട് തന്നെ എപ്പോഴും. പക്ഷെ വലിയ ബ്രീഡ്സ് വലുതായി കഴിയുമ്പം ഭീകരന്മാരായി മാറുന്നതാണ്. പറഞ്ഞാൽ മതി, മതിലൊക്കെ കേറി ചാടി മറിയും. അപ്പെന്ന് പറഞ്ഞാൽ അപ്പ കയറും അവിടെ മുകളിലോട്ട്. അങ്ങനത്തെ സീനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാലൊക്കെ അനുസരിക്കും. റൂബിനെക്കാട്ടും ഒബീഡിയന്റ് ഇവനാ. റൂബി പിന്നെ ഒരു കുറുമത്തി കുട്ടിയാ. ഇതാ ഡാഡ അത് ഊരിയ കേറുന്നൊന്നും പറയണ്ട, അപ്പതേക്കും കേറും. ഡാഡ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പം കേറും. ഡാഡേനെ ഫാമിലി മെമ്പേഴ്സിന് ഇവന് ഭയങ്കര ഇഷ്ടം. കണ്ടോ ഷൈക്കാൻ്റെ ഒക്കെ തന്നെ. ഓ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ മാക്സിനെയും റൂബിനെയും മന്ത്ലി ട്വൈസാണ് കുളിപ്പിക്കാറ്. പിന്നെ ഒരു വെയിലുള്ള സമയം നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കുളിപ്പിക്കാറ്. പിന്നെ എന്താ പറയുക,
ഇവരുടെ ഡ്രയർ വെച്ചാണ് എന്താ ഉണക്കിയത്. പക്ഷെ എന്താ പറയാ, അത് ഫുള്ള് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇത് കാണിക്കാൻ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ, comment and bell icon subscribe na marakkadu. Bye.